ഈ പാരമ്പര്യമായിട്ട് ചില ആരാധനാ പദ്ധതികളുള്ള വിഷയത്തിങ്കിൽ അവരുടെ ചില ആചാര ലംഘനത്തിൻ്റെ നിമിത്തമായിട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ചിലപ്പോൾ കൂടുതലും ഈ ശാക്തേയ ആരാധനാ സമ്പ്രദായമുള്ള തറവാടുകളിലൊക്കെ അതിൻ്റെ ലംഘനമോ അത് ഉപേക്ഷിക്കുന്ന തരത്തിൽ അത് കെടുത്തിക്കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മംഗല്യദോഷം ഉണ്ടാവുക, അതായത് വൈധവ്യം ഉണ്ടാകുക, വിവാഹം നടക്കാതെ വരിക, വിവാഹം നടന്നു കഴിഞ്ഞിട്ട് അത് നമുക്ക് പ്രാക്ടിക്കൽ ആകാതെ, അതായത് അനുഭവത്തിലേക്ക് നമുക്ക് വരാണ്ടിരിക്കുക. വിവാഹം നടന്നു കഴിഞ്ഞിട്ട് 2 മാസം 3 മാസമൊക്കെ പോലും ദാമ്പത്യം നീണ്ടു നിൽക്കാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില വെച്ചാരാധന ആണ് നമ്മളതിന് പറയുന്നത്. സാധാരണ രീതിയിലല്ല. കാരണം തലമുറകളായിട്ട് ഉപാസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചില സംവിധാനങ്ങൾ അതിലൊരു ലോപത്വം വന്നു കഴിഞ്ഞാൽ ചിലർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കുക, ഉള്ള കുട്ടികൾ പല പ്രാവശ്യം അബോർഷനായി പോവുക, എത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കുന്ന സാഹചര്യം വരിക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ പറയുന്ന ഒരു വെച്ചാരാധനാ സമ്പ്രദായത്തിലേക്ക് വരുന്ന സിസ്റ്റവും കണ്ടിട്ടുണ്ട്. അപ്പം ഇതിന് പല കാരണങ്ങളാണ്. ഇപ്പം ഇത് ജാതകത്തിലൂടെയാണ് നമ്മൾ ഇതറിയുന്നതെങ്കിൽ മറ്റ് വിഷയങ്ങൾ നമ്മൾ പ്രശ്നത്തിലൂടെ വേണം ചിന്തിക്കാൻ. തൽക്കാല പ്രശ്നവശാലാണ് നമ്മൾ ഇങ്ങനത്തുള്ള വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്നത്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.